സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിശ്വസാഹിത്യത്തിലെ ഒരു കഥയാവാം. ഓസ്കാർ വൈൽഡ് എഴുതിയ ദി ഹാപ്പി പ്രിൻസ്, സന്തോഷവാനായ രാജകുമാരൻ. നഗരത്തിൻ്റെ മധ്യത്തിൽ മനോഹരമായ ഒരു ഉദ്യാനത്തിലാണ് ആ പ്രതിമ നിന്നത്. കെട്ടിയുയർത്തിയ ഒരു കൽമണ്ഡപത്തിൽ ഭീമാകാരവും സുന്ദരവുമായ ആ പ്രതിമ നഗരത്തിലെ കാവൽക്കാരനെ പോലെ നിന്നു. സന്തോഷവാനായ രാജകുമാരൻ്റെ പ്രതിമയായിരുന്നു അത്. പ്രതിമ ആസകലം സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു. കണ്ണുകളുടെ സ്ഥാനത്ത് 2 വിലയേറിയ ഇന്ദ്രനീല കല്ലുകളും വാളിൻ്റെ പിടിയിന്മേൽ ഒരു വലിയ പത്മരാഗക്കല്ലും പതിച്ചിരുന്നു. നഗരത്തിലെ ഏറ്റവും നല്ല കാഴ്ചയായിരുന്നു ആ പ്രതിമ. അവൻ ശരിക്കും വളരെയധികം പ്രശംസിക്കപ്പെട്ടു. അവനൊരു വെതർകോക്കിനെ പോലെ സുന്ദരനാണ്. കലാപരമായ അഭിരുചികളുള്ള, പ്രശസ്തി നേടാൻ ആഗ്രഹിച്ച ഒരു ടൗൺ കൗൺസിലർ അഭിപ്രായപ്പെട്ടു. പക്ഷേ ഒട്ടും ഉപയോഗപ്രദമല്ല. എന്തുകൊണ്ടാണ് നിനക്ക് സന്തോഷവനായ രാജകുമാരനെ പോലെ ആകാൻ കഴിയാത്തത്? അമ്പിളിമാമന് വേണ്ടി വാശി പിടിച്ച് കരയുന്ന തൻ്റെ കൊച്ചുകുട്ടിയോട് അവൻ്റെ അമ്മ ചോദിച്ചു. സന്തോഷവാനായ രാജകുമാരൻ ഒന്നിനു വേണ്ടിയും കരയുന്നത് സ്വപ്നം പോലും കണ്ടിരുന്നില്ല. തികച്ചും സന്തുഷ്ടനായ ഒരാളെങ്കിലും ഈ ലോകത്തുണ്ടെന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ അതിശയകരമായ പ്രതിമയിലേക്ക് നോക്കിക്കൊണ്ട് നിരാശനായ ഒരു മനുഷ്യൻ പിറുപിറുത്തു. നഗരത്തിലെ ഏറ്റവും നല്ല കാഴ്ചയായിരുന്നു ആ പ്രതിമ. അനാഥാലയത്തിലെ കുട്ടികൾ അതിനു ചുറ്റും ഓടി നടന്ന് ആർത്തു വിളിച്ചു. അവർ ചുവന്ന നിക്കറും വെള്ളയുടുപ്പും കൊണ്ടുള്ള യൂണിഫോം ധരിച്ചിരുന്നു. അധ്യാപകരോടൊത്ത് ഉദ്യാനത്തിൽ വന്നതാണ്. നോക്ക്, സന്തോഷവനായ രാജകുമാരൻ ഒരു മാലാഖയെ പോലെയുണ്ട്, അവർ വിളിച്ചു പറഞ്ഞു. അതെങ്ങനെ നിങ്ങൾക്കറിയാം? നിങ്ങൾ മാലാഖയെ കണ്ടിട്ടുണ്ടോ? ഗണിതശാസ്ത്ര അധ്യാപകൻ ചോദിച്ചു. ഉണ്ട്, സ്വപ്നത്തിൽ ഞങ്ങൾ മാലാഖയെ കണ്ടിട്ടുണ്ട്. ആ അനാഥ കുട്ടികൾ പ്രതിമയുടെ ചുവട്ടിൽ കളിച്ച് തിമിർത്ത് തുള്ളിച്ചാടി. ഒരു രാത്രിയിൽ ഒരു മെയ്വൽ പക്ഷി ആ നഗരമധ്യത്തിലൂടെ പറന്നു വന്നു. തണുപ്പുകാലത്ത് അത്തരം പക്ഷികൾ അവിടെ അപൂർവമാണ്. തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് 1 മാസം മുൻപേ അതിൻ്റെ കൂട്ടുകാരെല്ലാം പറ്റം പറ്റമായി ഈജിപ്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഈ മീവൽ പക്ഷി മാത്രം അവിടെ തങ്ങി. അതിന് മറ്റൊരു പക്ഷിയോടുണ്ടായിരുന്ന അളവറ്റ സ്നേഹമായിരുന്നു അതിനു കാരണം. തണുപ്പുകാലം തുടങ്ങിയപ്പോൾ മീവൽ പക്ഷിക്ക് പോകാതെ വയ്യെന്നായി. അത് തൻ്റെ ഇണയെ ഈജിപ്തിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ജന്മനാട് വിട്ടുപോകാൻ ഇണ കൂട്ടാക്കിയില്ല. വേദനയോടെ മീവൽ പക്ഷി യാത്ര പറഞ്ഞു. ഈജിപ്തിലേക്ക് മടങ്ങുമ്പോഴാണ് അത് നഗരമധ്യത്തിൽ എത്തിയത്. നേരമിരുട്ടി, നിലാവ് ഉദിച്ചിട്ടില്ല. രാത്രി കഴിഞ്ഞുകൂടാൻ ഒരു താവളം വേണം. നഗരമധ്യത്തിൽ അത് വട്ടമിട്ട് പറന്നു. അപ്പോഴാണ് മീവൽ ആ സ്വർണ്ണപ്രതിമ കണ്ടത്. ഇതുതന്നെ പറ്റിയ താവളം. പ്രതിമയുടെ കാൽച്ചുവട്ടിൽ അത് ചെന്നിരുന്നു. കാലുകൾ ഒതുക്കി, ചുണ്ട് ചിറകുകൾക്കിടയിൽ തിരുകി, കണ്ണുകൾ അടച്ചു. മീവൽ പക്ഷി ഉറക്കം ആരംഭിച്ചു. മയക്കം ആരംഭിക്കുമ്പോഴാണ് തൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളം വന്ന് വീണത്. മീവൽ പക്ഷി ഞെട്ടിയുണർന്നു. മഴയോ മഴക്കാറോ ഇല്ല. പിന്നെ ഈ ജലം എവിടെ നിന്നാണ് വരുന്നത്? അപ്പോഴിതാ വീണ്ടും ഒരു തുള്ളി കൂടി വീണു. പറന്നുപോയി കളയാമെന്ന് കരുതി ചിറകി വിരിച്ചപ്പോൾ വീണ്ടും ഒരു തുള്ളി കൂടി. മീവൽ പക്ഷി മുകളിലേക്ക് നോക്കി. പ്രതിമയുടെ കണ്ണുകളിൽ നിന്നാണ് കണ്ണുനീർത്തുള്ളികൾ അടർന്നടർന്ന് വീഴുന്നത്. സന്തോഷവാനായ രാജകുമാരൻ കരയുന്നു. പക്ഷിയുടെ ഹൃദയം അലിഞ്ഞു. അങ്ങ് ആരാണ്? പക്ഷി ചോദിച്ചു. സന്തോഷവാനായ രാജകുമാരൻ, പ്രതിമ മറുപടി പറഞ്ഞു. അങ്ങ് എന്തിനാണ് കരയുന്നത്? എൻ്റെ ദേഹം മുഴുവൻ അങ്ങയുടെ കണ്ണുനീരിനാൽ കുതിർന്നു കഴിഞ്ഞല്ലോ. ജീവിച്ചിരുന്നപ്പോൾ കണ്ണീരെന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ജീവിച്ചിരുന്ന കൊട്ടാരത്തിലേക്ക് സങ്കടം കടന്നു വരുവാൻ അനുവദിച്ചിരുന്നില്ല. ജനങ്ങൾ എന്നെ
സന്തോഷവാനായ രാജകുമാരൻ എന്ന് വിളിച്ചു. ഞാൻ മരിച്ചപ്പോൾ അവർ എന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചു. ഇപ്പോൾ ഈ നഗരം മുഴുവൻ എനിക്ക് കാണാൻ കഴിയും. ജനങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഞാൻ കാണുന്നു. എനിക്കത് സഹിക്കാനാവുന്നില്ല. നോക്കൂ, ദൂരെ ജീർണിച്ച ആ ചെറിയ കുടിലിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ഉറക്കമുളച്ചിരുന്ന് തുന്നുന്നത് കണ്ടോ? പട്ടിണി കൊണ്ട് വലഞ്ഞ അവളുടെ കൈവിരലുകളിൽ സൂചിപ്പാടുകൾ വീണിട്ടുണ്ട്. അവളുടെ കൊച്ചുമകൻ പനി പിടിച്ച് തളർന്നു കിടക്കുന്നു. അവന് കോരിക്കൊടുക്കാൻ പച്ചവെള്ളമല്ലാതെ അവൾക്കൊന്നുമില്ല. രാജ്ഞിയുടെ നൃത്തസദസ്സിൽ ചെറുപ്പക്കാരിയായ നർത്തകിക്ക് ധരിക്കുവാനുള്ള പട്ടുടുപ്പിന് അവൾ പൂക്കൾ തുന്നിച്ചേർക്കുകയാണ്. പനിച്ചു കിടക്കുന്ന അവളുടെ ഓമന മകൻ മധുരനാരങ്ങ സ്വപ്നം കണ്ടു മയങ്ങുന്നു. എൻ്റെ മീവൽ പക്ഷി, എൻ്റെ വാളിൻ്റെ പിടിയിന്മേൽ പതിച്ചിട്ടുള്ള ഈ ചുവന്ന രത്നക്കല്ല് നീ കൊത്തിയെടുത്ത് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കാമോ? അവരെന്നെ ഇവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. എനിക്ക് അനങ്ങാൻ കഴിയില്ല. എനിക്ക് ഈജിപ്തിലെത്തണം, മീവൽ പക്ഷി പറഞ്ഞു. എൻ്റെ കൂട്ടുകാർ അവിടെ എത്തിക്കഴിഞ്ഞു. നാളെ അവർ നൈൽ നദിയുടെ മുകളിലൂടെ ഉയർന്നു പറക്കും. പിന്നീട് അവ താണിറങ്ങി അവിടെയുള്ള താമരപ്പൂക്കളിൽ വിശ്രമിക്കുകയും ചെയ്യും. രാത്രിയിൽ അവിടുത്തെ രാജാക്കന്മാരുടെ കല്ലറകളിൽ കയറി സുഖമായി ഉറങ്ങും. ഞാൻ പോകട്ടെ? എൻ്റെ കൊച്ചു പക്ഷിയല്ലേ, എന്നെ ഒന്ന് സഹായിക്കൂ. അതാ ആ കുട്ടി മധുരനാരങ്ങയ്ക്ക് വേണ്ടി കരയുന്നു. പക്ഷിയുടെ മനസ്സലിഞ്ഞു. അത് വാളിൻ്റെ പിടിയിൽ നിന്ന് വിലയേറിയ ആ രത്നം കൊത്തിയെടുത്തുകൊണ്ട് കുടിലേക്ക് പറന്നു. രാജകൊട്ടാരത്തിൻ്റെ മുകളിലൂടെ പറക്കുമ്പോൾ ഒരു യുവാവും യുവതിയും മട്ടിപ്പാവിലിരുന്ന് സല്ലപിക്കുന്നത് കണ്ടു. അയാൾ പറയുന്നു, ഈ നക്ഷത്രങ്ങൾ എത്ര മനോഹരം, നിന്റെ പ്രേമം പോലെ. അവൾ പറയുന്നു, എനിക്ക് നാളെ നൃത്തമുണ്ട്. നൃത്തത്തിന് ധരിക്കാനുള്ള ഉടുപ്പിൽ പൂക്കൾ തുന്നുന്നതിന് ആ തയ്യൽക്കാരിയെ ഏൽപ്പിച്ചിരിക്കുന്നു. നശിച്ചവൾ അത് തീർത്തു തരുമോ ആവോ? താൻ അന്വേഷിച്ചു പോകുന്ന തയ്യൽക്കാരിയെ പറ്റിയാണ് അവൾ ഈർഷ്യയോടെ സംസാരിക്കുന്നതെന്ന് പക്ഷി മനസ്സിലാക്കി. മീവൽ പക്ഷി ആ കുടിലിലെത്തി. തയ്യൽക്കാരി തൻ്റെ തളർന്ന കൈകളിൽ തല താങ്ങിയിരുന്നു മയങ്ങുകയായിരുന്നു. അവളുടെ മകൻ പനിയുടെ ശക്തി കൊണ്ട് തളർന്നുറങ്ങുന്നു. പക്ഷി രത്നം അവളുടെ കൈകളിൽ വെച്ചു. മകൻ്റെ ചുറ്റും ചിറകുകൾ വീശി ഒന്ന് വട്ടമിട്ട് പറന്നു. എന്നിട്ട് അത് പറന്നുയർന്നുപോയി. തിരിച്ചെത്തിയ ശേഷം സംഭവങ്ങളെല്ലാം പക്ഷി പ്രതിമയോട് പറഞ്ഞു. തനിക്ക് തണുപ്പ് തീരെ തോന്നുന്നില്ലെന്നും അത് പറഞ്ഞു. ഒരു നല്ല പ്രവൃത്തി ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നിനക്ക് തണുപ്പ് തോന്നാത്തത്, പ്രതിമ പറഞ്ഞു. പ്രതിമയുടെ പാദങ്ങൾക്കിടയിൽ ഒതുങ്ങിയിരുന്ന് പക്ഷി സുഖമായി ഉറങ്ങി. പിറ്റേന്ന് പകൽ നഗരം മുഴുവൻ ചുറ്റിപ്പറന്നു കണ്ടു. പള്ളിമണിയുടെ സമീപത്തിരുന്ന് അത് പകൽക്കിനാവ് നെയ്തു. അന്ന് ഈജിപ്തിലേക്ക് പോകാമെന്ന ചിന്ത അതിനെ സന്തോഷിപ്പിച്ചു. നേരം ഇരുണ്ടു തുടങ്ങി. ഇരുളറിയാത്തവണ്ണം ചന്ദ്രൻ പ്രകാശിച്ചു. പൂനിലാവിൽ കഠിനമായ തണുപ്പിൽ വിറച്ചുകൊണ്ട് അത് പ്രതിമയുടെ സമീപം പറന്നെത്തി യാത്ര ചോദിച്ചു. സങ്കടം കലർന്ന ശബ്ദത്തിൽ പ്രതിമ പറഞ്ഞു, എൻ്റെ കുഞ്ഞു പക്ഷിയല്ലേ, ഒരു രാത്രി കൂടെ എന്നോടൊത്ത് കഴിയൂ. എൻ്റെ കൂട്ടുകാർ ഞാൻ ചെല്ലുന്നതും കാത്ത് അവിടെ കഴിയുന്നു. അവർ നൈൽ നദിയുടെ തീരങ്ങളിൽ പറന്നു കളിക്കുകയും വെള്ളച്ചാട്ടങ്ങളും പൂവണിഞ്ഞ കാടുകളും കണ്ട് രോമാഞ്ചമണിയുകയുമാവാം. രാത്രിയിൽ അവരവിടെ ക്ഷേത്രഗോപുരങ്ങളിൽ തണുപ്പറിയാതെ ഉറങ്ങുകയും ചെയ്യും. ദയവായി എന്നെ പോകാൻ അനുവദിക്കൂ. മീവൽ പക്ഷി കേണു. മീവൽ പക്ഷി, അതാ നഗരത്തിലെ ഒരു ഒഴിഞ്ഞ കോണിൽ വായുസഞ്ചാരം കുറഞ്ഞ ഇരുണ്ട കൊച്ചുമുറിയിൽ ഒരു യുവാവ് ഏകനായി ഇരിക്കുന്നു. പാറിപ്പറക്കുന്ന തലമുടിയും സ്വപ്നം കാണുന്ന വലിയ കണ്ണുകളുമുള്ള ആ ചെറുപ്പക്കാരൻ ഒരു നാടകമെഴുത്തുകാരനാണ്. അയാൾ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. വിശപ്പും കൊടും തണുപ്പും കാരണം അവനൊന്നും എഴുതാൻ കഴിയുന്നില്ല. എൻ്റെ ഒരു കണ്ണിലെ ഇന്ദ്രനീലക്കല്ല് കൊത്തിയെടുത്ത് നീ അവന് കൊണ്ടുപോയി കൊടുക്കൂ.
കണ്ണു കുത്തിയെടുക്കുകയോ? എനിക്കതാവില്ല, പക്ഷി കരയുന്ന ശബ്ദത്തിൽ പറഞ്ഞു. പ്രതിമ യാചിച്ചു. എൻ്റെ ഓമന പക്ഷിയല്ലേ, അങ്ങനെ ചെയ്യൂ. മനസ്സില്ലാ മനസ്സോടെ മീവൽ പക്ഷി പ്രതിമയുടെ കണ്ണു കൊത്തിയെടുത്തു. അതും ചുണ്ടിൽ പിടിച്ചുകൊണ്ട് പറന്ന് ചെറുപ്പക്കാരൻ്റെ മേശയിൽ ചെന്നിരുന്നു. അതവിടെ വെച്ചിട്ട് പക്ഷി തൽക്ഷണം തിരിച്ചുപോയി. തൻ്റെ ആരാധകരാരോ തനിക്ക് തന്ന സമ്മാനമാണതെന്ന് നാടകൃത്ത് കരുതി. തൻ്റെ കഴിവിൽ അയാൾക്ക് അഭിമാനം തോന്നുകയും ചെയ്തു. മീവൽ പക്ഷി പ്രതിമയുടെ പാദങ്ങളിലിരുന്ന് അന്നും സുഖമായി ഉറങ്ങി. പിറ്റേന്നും പക്ഷി പകൽ പല സ്ഥലങ്ങളിലും പറന്നലഞ്ഞു. അന്ന് നിലാവുദിച്ചപ്പോൾ രാജകുമാരൻ്റെ തോളിൽ ചെന്നിരുന്ന് യാത്ര ചോദിച്ചു. നീ ഒരു രാത്രി കൂടി എന്നോടൊത്ത് താമസിക്കില്ലേ? രാജകുമാരൻ വീണ്ടും കേണപേക്ഷിച്ചു. ഇവിടെ ഇപ്പോൾ തണുപ്പ് കൂടിക്കൂടി വരുന്നു. ഈജിപ്തിൽ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. എൻ്റെ കൂട്ടുകാർ അവിടെ ബാൽബക്കിൻ്റെ കുടീരഗോപുരത്തിൽ കൂടുകെട്ടുകയാവും. എൻ്റെ പ്രഭോ, എനിക്ക് വിട തരൂ, മീവൽ പക്ഷി യാചിച്ചു. നോക്കൂ, ആ തെരുവിൽ ഒരു പെൺകുട്ടി കൊടുന്തണുപ്പിൽ ആലില പോലെ വിറയ്ക്കുന്നു. അവൾ തീപ്പെട്ടി വിൽപ്പനക്കാരിയാണ്. അവളുടെ തീപ്പെട്ടികൾ മുഴുവൻ ഓടയിൽ വീണുപോയി. വെറും കൈയോടെ അവൾ മടങ്ങിയെത്തുമ്പോൾ രണ്ടാനച്ഛൻ ക്രൂരമായി അവൾ അടിക്കും. അവൾ ഭയന്ന് നിലവിളിക്കുകയാണ്. എൻ്റെ മറ്റേ കണ്ണുകൂടി കൊത്തിയെടുത്ത് ആ പെൺകുട്ടിക്ക് കൊടുക്കാമോ? മീവൽ പക്ഷി പൊട്ടിക്കരഞ്ഞു. ഈ രാത്രി കൂടി ഞാൻ അങ്ങയോടൊത്ത് താമസിക്കാം. പക്ഷേ അങ്ങയുടെ ആ കണ്ണുകൂടെ കൊത്തിയെടുത്ത് അങ്ങയെ അന്ധനാക്കാൻ എനിക്കാവില്ല. എനിക്കതിന് കഴിയില്ല. പക്ഷിയുടെ കണ്ണുനീർ അണപൊട്ടിയൊഴുകി. പ്രതിമ വഴങ്ങിയില്ല. സാരമില്ല, നീ ഇതുകൂടെ ചെയ്യണം. രാജകുമാരൻ്റെ നിർബന്ധം നിരസിക്കാൻ പക്ഷിക്ക് കഴിഞ്ഞില്ല. അവശേഷിച്ച കണ്ണും കൂടി കൊത്തിക്കൊണ്ട് പക്ഷി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പറന്നു. അതവൾക്ക് കൊടുത്തു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. വളരെ മൂകനായി മീവൽ പക്ഷി തിരിച്ചു വന്നു. അത് രാജകുമാരൻ്റെ തോളിലിരുന്ന് സൗമ്യനായി പറഞ്ഞു. അങ്ങ് അന്ധനായി തീർന്നിരിക്കുന്നു. ഇനി ഞാൻ അങ്ങയെ വിട്ട് പിരിയില്ല. അങ്ങയോടൊത്ത് ഇവിടെ തന്നെ താമസിക്കും. എൻ്റെ കൊച്ചു പക്ഷി, നീ ഈജിപ്തിലേക്ക് പറന്നു പോകൂ. ഇവിടുത്തെ തണുപ്പ് നിനക്ക് സഹിക്കാനാവില്ല. മീവൽ പക്ഷി പോയില്ല. അത് പ്രതിമയുടെ കാൽക്കീഴിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് പകൽ പക്ഷി രാജകുമാരൻ്റെ തോളിലിരുന്നു. താൻ നഗരത്തിൽ കണ്ട ദുരിതങ്ങളുടെ കഥ കുമാരനെ പറഞ്ഞു കേൾപ്പിച്ചു. വിശപ്പും തണുപ്പും കൊണ്ട് വലയുന്ന കുട്ടികളെ ചില ക്രൂരന്മാർ ആട്ടിയോടിച്ച കഥയും പക്ഷി പറഞ്ഞു. എൻ്റെ ദേഹത്ത് പതിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികളെല്ലാം ഓരോന്നായി കൊത്തിക്കൊണ്ടുപോയി അവർക്കെല്ലാം കൊടുക്കൂ. അവർ സന്തോഷിക്കട്ടെ, പ്രതിമ ആവശ്യപ്പെട്ടു. മീവൽ പക്ഷി അതുപോലെ ചെയ്തു. രാത്രി ഇഴഞ്ഞു നീങ്ങി. മഞ്ഞ് ശക്തമായി വീഴാൻ തുടങ്ങി. പക്ഷിക്ക് തണുപ്പ് സഹിക്കാൻ വയ്യാതായി. ഭക്ഷണം പോലും ലഭിച്ചില്ല. ഈ തണുപ്പിൽ താൻ രക്ഷപ്പെടുകയില്ലെന്ന് അതിന് ബോധ്യമായി. വിറച്ച് വിറച്ച് അത് രാജകുമാരൻ്റെ തോളിൽ പറന്നു കയറി. വിറയാർന്ന ശബ്ദത്തിൽ അതപേക്ഷിച്ചു. പ്രഭോ, അങ്ങയുടെ കൈകളിൽ ചുംബിക്കാൻ എന്നെ അനുവദിച്ചാലും. അവസാനം നീ ഈജിപ്തിലേക്ക് പോകുമെന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ ഇവിടെ വളരെക്കാലം താമസിച്ചു. എന്നാൽ നീ എൻ്റെ ചുണ്ടുകളിൽ ചുംബിക്കൂ. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പോകുന്നത് ഈജിപ്തിലേക്കല്ല, മീവൽ പക്ഷി പറഞ്ഞു. ഞാൻ മരണത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. മരണം ഉറക്കത്തിൻ്റെ സഹോദരനല്ലേ? അവൻ സന്തോഷവാനായ രാജകുമാരൻ്റെ ചുണ്ടുകളിൽ ചുംബിച്ചു. അതിൻ്റെ ചിറകുകൾ കുഴഞ്ഞു. ചുണ്ടുകൾ ഒരു വശത്തേക്ക് കോടി. പ്രതിമയുടെ പാദങ്ങളിലേക്ക് ഊർന്നു വീണു. പിന്നീടത് അനങ്ങിയില്ല. അതേസമയം പ്രതിമയുടെ ഉള്ളിൽ എന്തോ ശക്തമായി പൊട്ടിത്തെറിച്ചു. ഹൃദയം രണ്ടായി പിളർന്നു പോയതിൻ്റെ ശബ്ദമായിരുന്നു അത്. നഗരത്തിലെ ഭരണാധികാരി അതിലെ കടന്നുപോയപ്പോൾ ഹൃദയം പൊട്ടിയ ആ പ്രതിമ കണ്ടു. ഈ പ്രതിമയ്ക്ക് എന്തു പറ്റി?
നമുക്ക് സന്തോഷവാനായ രാജകുമാരൻ്റെ പ്രതിമയുടെ സ്ഥാനത്ത് മറ്റൊരു നല്ല പ്രതിമ വയ്ക്കണം. ഭരണാധികാരി അഭിപ്രായപ്പെട്ടു. മറ്റുദ്യോഗസ്ഥരും അത് അംഗീകരിച്ചു. ആരുടെ പ്രതിമ വയ്ക്കണമെന്നായി ആലോചന. ഓരോരുത്തരും അവരവരുടെ പ്രതിമ വയ്ക്കണമെന്ന് വാദിച്ചു. അവർ ബഹളം തുടങ്ങി. സന്തോഷവാനായ രാജകുമാരൻ്റെ പ്രതിമ ഉരുക്കാൻ ചുമതലപ്പെട്ടവർ എത്ര ശ്രമിച്ചിട്ടും അതിൻ്റെ ഹൃദയം ഉരുകിയില്ല. അവർ അതെടുത്ത് ദൂരെ എറിഞ്ഞു. രാജകുമാരൻ്റെ ഹൃദയം ചെന്ന് വീണത് നേരത്തെ അവർ എടുത്തുകളഞ്ഞ മീവൽ പക്ഷിയുടെ ജഡത്തിന് സമീപമായിരുന്നു. ചപ്പുചവറുകളുടെ കൂട്ടത്തിൽ അവ രണ്ടും അവിടെ കിടന്നു. അടുത്ത ദിവസം ആ നഗരത്തിലെ ഏറ്റവും വിലപ്പെട്ട സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ സ്വർഗത്തിലിരുന്ന് ദൈവം ദൂതന്മാരോട് കൽപ്പിച്ചു. ദൂതന്മാരിൽ ഒരാൾ മാടപ്രാവിനെപ്പോലെ വെള്ളച്ചിറകും വിരിച്ച് ഭൂമിയിലെത്തി. ആ ദൂതൻ എടുത്തുകൊണ്ടുപോയത് പ്രതിമയുടെ പൊട്ടിയ ഹൃദയവും മീവൽ പക്ഷിയുടെ ജഡവുമായിരുന്നു. നീ തെരഞ്ഞെടുത്തത് ഉചിതമായി, ദൈവം അരുളി ചെയ്തു. ഈ മീവൽ പക്ഷി സ്വർഗീയ ഉദ്യാനത്തിലിരുന്ന് എന്നെന്നും മധുരഗാനം പൊഴിക്കും. സ്വർഗത്തിലെ സുവർണ നഗരത്തിലിരുന്ന് സന്തോഷവാനായ രാജകുമാരൻ എൻ്റെ കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്യും.